മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയും കണ്ണനും ആണെങ്കിൽ കമലേശ്വരത്തോട്ട് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ അവർ പോകുന്നത് നോക്കി വളരെ സങ്കടത്തോടുകൂടി തന്നെ നിൽക്കുകയാണ്. കണ്ണൻ മോനെ നടക്കാൻ പറ്റിയല്ലോ, അത് തന്നെ മഹാഭാഗ്യമെന്ന് ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട് മോഹിനി. മഹാലക്ഷ്മിയും കണ്ണനും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ദുർഗയാണ് കാണിക്കുന്നത്. ചികിത്സ കഴിഞ്ഞ് വരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയെയും കുറിച്ച് സംസാരിക്കുകയാണ് കരുണയോട്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, ഇനി വന്നു കഴിയുമ്പോൾ അയാളുടെ മുഖം കാണണമെന്ന് ഓർക്കുമ്പോൾ എനിക്കാണെങ്കിൽ വളരെ ദേഷ്യമാകുന്നുണ്ട്. അയാൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്നൊന്ന് മാറിക്കിട്ടിയാൽ വളരെ സന്തോഷമാണെന്നെല്ലാം പറയുകയാണ്. അത് നമ്മൾക്കൊരിക്കലും പറ്റില്ലല്ലോ മോളെ, അത് അവരുടെ വീടല്ലേ, അതുകൊണ്ടല്ലേ അവൾ ഇത്രയും അധികാരം കാണിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് ദുർഗ. അതേസമയം അങ്ങോട്ട് വരുന്നുണ്ട് മഹാലക്ഷ്മി കണ്ണനും കൂടെ. അങ്ങനെ കണ്ണനോടും മഹാലക്ഷ്മിയോടുമായിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കണ്ണാ, നിൻ്റെ കാലുകൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കാലുകൾക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ഇനിയും തുടർന്ന് ചികിത്സ ചെയ്യണമെന്നാണ് തോമസ് വൈദ്യൻ പറഞ്ഞതെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് ദുർഗയോട്. ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെ സന്തോഷത്തോடு നിൽക്കുകയാണ് കരുണ. അങ്ങനെ കരുണയാണ് മനസ്സിൽ പറയുന്നുണ്ട്, ഇയാൾക്കൊരിക്കലും നടക്കാൻ പറ്റരുതേ ദൈവമേ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാ മാസവും അങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിച്ച് പോകുന്നതെന്ന് കരുണ ചോദിക്കുന്നത് കേൾക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അതിന് നിങ്ങളുടെ ഒന്നും ഔദാര്യം എനിക്ക് വേണ്ട, എൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ഞാൻ പോവുകയും വരികയും ചെയ്യുമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഉണ്ണിയും കരുണയും. ഈ സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ കാലുകളിലോട്ട് മാത്രമാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. അത് മഹാലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ട്. ഉണ്ണി എന്താണ് കണ്ണേട്ടൻ്റെ കാലുകളിലോട്ട് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, അല്ല ഇയാൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ദുർഗയും കരുണയും ഉണ്ണിയും എല്ലാം കൂടെ സംസാരിക്കുന്നുണ്ട്. ഇവർ പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത്, അവരുടെ മുഖഭാവത്ത് നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നെല്ലാം കരുണ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, മോള് പറഞ്ഞത് ശരിയാണ്, ഇവർ പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനെയുമാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷ നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് എല്ലാ സ്ഥലത്തും പോകണം കണ്ണേട്ട, എനിക്ക് കണ്ണേട്ടൻ്റെ കൈ പിടിച്ച് എല്ലായിടത്തും പോകണമെന്നെല്ലാം പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, താൻ സമാധാനമായിട്ടിരിക്കെ, നമുക്കൊരു ജീവിതം ഉണ്ടാവും, അവരെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മൾ സന്തോഷമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷം ആയിട്ട് മഹാലക്ഷ്മി കെട്ടിപ്പിടിക്കുന്നുണ്ട് കണ്ണൻ. പിന്നീട് ഉറങ്ങാൻ പോയി കിടന്ന ദുർഗയ്ക്കാണെങ്കിൽ സമാധാനമായിട്ട് അവിടെ കിടക്കാൻ പറ്റുന്നില്ല. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാര്യം അറിയാൻ വേണ്ടി ദുർഗയാണെങ്കിൽ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും റൂമിൻ്റെ അരികിലെത്തുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയതിന് ശേഷം ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും റൂമിൻ്റെ താക്കോൽ ദ്വാരത്തിൽ കൂടെ അവരെ എന്തെടുക്കുന്നതെന്ന് നോക്കുകയാണ് ദുർഗയ്ക്കാണെങ്കിൽ കിടന്നിട്ടാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. കണ്ണൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്, നമ്മളെ പറ്റിച്ചുകൊണ്ട് അവർ മാറി മാറി നടക്കുകയാണെന്ന് ദുർഗയ്ക്കൊരു തോന്നലുണ്ടാകുന്നുണ്ട്. അതിന് പ്രകാരമാണ് ദുർഗ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയുടെ റൂമിൽ ഒളിഞ്ഞു നോക്കുന്ന ദുർഗയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. കണ്ണനും മഹാലക്ഷ്മി വളരെ സന്തോഷ നിമിഷങ്ങളിലാണ് പങ്കിടുന്നത്. കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ദുർഗ കാണുന്നത്. ഇത് കണ്ട് ദുർഗയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ദുർഗ പെട്ടെന്ന് തന്നെ ഉണ്ണിയുടെയും കരുണയുടെയും റൂമിലെത്തുന്നുണ്ട്. എന്നിട്ട് അവരോടായിട്ട് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമ്മൾ എന്താണോ സംശയിച്ചത് അത് തന്നെയാണ് ഉണ്ണി അവിടെ നടന്നിരിക്കുന്നത്. കണ്ണൻ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവന് എല്ലാ മാസവും അങ്ങോട്ടേക്ക് പോകുന്നത്. അവൻ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നത് ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. മഹാലക്ഷ്മിയെ അവൻ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അവൻ എണീറ്റ് നടക്കാൻ പറ്റുന്നത് കൊണ്ടല്ലേ അങ്ങനെയല്ല ഒരു കാഴ്ച എനിക്ക് കാണേണ്ടി വന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് ഉണ്ണിയും കരുണയും എല്ലാം ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ പെരുമാറുകയാണ്. ഇനി ഞാൻ എന്തിനു ജീവിക്കണം, അവളുടെ മുന്നേ ഞാൻ എല്ലാ കാര്യത്തിലും തോറ്റു, ഇനി അവർക്കൊരു കുഞ്ഞുങ്ങളുണ്ടാവും, അതുകൂടെ കാണേണ്ട അവസ്ഥ എനിക്ക് വരും, ഇനി എനിക്ക് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ എഴുന്നേറ്റ് ഓടുകയാണ് കരുണ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.